കൊട്ടോ. ഇതേപോലത്തെ സാധനമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. കൊങ്ങണിയിൽ കൊട്ടോ എന്ന് പറയും, മലയാളത്തിൽ കൊട്ട. മലയാളത്തിൽ കൊട്ട എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? ഇതുണ്ടാക്കാൻ അറിയോ നിനക്ക്? ഇല്ലേ? ഇത് കാണണ്ടേ? പഠിക്കാം. അച്ഛൻ പഠിപ്പിച്ചു തരും കേട്ടാ. ആരാണത്? ആരച്ഛൻ? ആരച്ഛൻ? ആ, എൻ്റെ അച്ഛൻ. ഇന്നത്തെ ഫുഡ് ബ്ലോഗിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു സാധനമാണിത്. നമുക്ക് താഴോട്ടിടാം. അപ്പോൾ നമ്മൾ വലിയ വലിയ ഇല നോക്കിയിട്ടാണ് എടുക്കണത്. ഇത് കണ്ടില്ലേ, നല്ല വലിയ മുഴുത്ത ഇലയാണ്. നമുക്ക് താഴോട്ടിടാം. അപ്പോൾ നമ്മൾ പ്ലാവിൻ്റെ ഇല എടുത്തിട്ടാ ഇന്നത്തെ ഫുഡ് ബ്ലോഗിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഓലയുടെ ഈർക്കിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓലയുണ്ട്, പക്ഷേ നമുക്ക് കയറി എടുക്കാൻ പറ്റില്ല. നോക്കാം, താഴെ പോയിട്ട് താഴെ ചെറിയ തെങ്ങുണ്ട്, അതിൽ നിന്ന് എടുക്കാം. താഴെ നിന്ന് ഓല എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത്, പക്ഷേ നോ രക്ഷ. അപ്പം ഇവിടെ നിന്ന് ഓലയുടെ നമുക്ക് കുറച്ച് ഇരിക്കില്ലേ മതി കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വലിച്ച് ഇവിടെ നിന്ന് തന്നെ ഓലയുടെ ഇറുക്കിലി നമുക്ക് കിട്ടിയിട്ടാ. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഞാനിത് ചൂലുണ്ടാക്കണമായിരുന്നല്ലോ കേട്ടോ ഇന്നത്തെ ഫുഡ് ബ്ലോഗിന് വേണ്ടിയിട്ട്. ഈർക്കിലി നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ബ്ലോഗിൽ കേട്ടോ. അയ്യേ, ചിരി കണ്ടില്ലേ? അവൻ്റെ ചിരി കണ്ടില്ലേ? ഇരിക്കടാ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നിനക്കറിയോ? എടാ, ഈ ഇല എന്തിനാണെന്നറിയോ? ആടിന് കൊടുക്കണാണ്. പക്ഷെ നമ്മളിത് എന്തിനാ എടുത്തതെന്നറിയാവോ? അറിയില്ലല്ലോ. കാണിച്ചു തരാം കേട്ടാ. വാ, അടുത്തിരിക്കും, കാണിച്ചു തരാം. ഇത് വെച്ചാണ് നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ബ്ലോഗ് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്താണ് അച്ഛൻ എന്താ ചെയ്യാൻ വേണ്ടി പോണത്? ഹിട്ടു. എന്താണ് ഹിട്ടു? നമ്മൾ ഹിട്ടു ഉണ്ടാക്കണത് ഉഴുന്നും അരിയും അരച്ചെടുത്തതാണല്ലേ. അരിച്ചെടുത്തിട്ട് നമ്മൾ ഹിട്ടു ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് പ്ലാവില കൊണ്ട് നമുക്ക് കൊട്ട പോലെ ഉണ്ടാക്കണം. നമ്മൾ കൊങ്കണിയിൽ എന്താ പറയണത്? കൊട്ടോ. എന്താണ്? കൊട്ടോ. അപ്പോൾ കൊങ്ങിണിയിൽ ഹൊട്ടോ എന്നാണ് പറയണത്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് എന്താണ്? കൊട്ട. അതായത് ഒരു പാത്രം പോലെ ഉണ്ടാക്കിയെടുക്കണം ഈ പ്ലാവില കൊണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തലേ ദിവസമാണ് ചെയ്ത് വെക്കാറ്, രാത്രി ചെയ്ത് വെക്കും, എന്നിട്ട് രാവിലെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് ഈ ഹിട്ടു ഈ പാത്രം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഇറുക്കിലി എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇത് നമ്മൾ കൊട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിന്നൊക്കെ യൂസ് ചെയ്യണ പോലെ നമുക്ക് യൂസ് ചെയ്യാനാണ്. നമ്മൾ സ്റ്റാപ്ലറിനൊക്കെ പകരം യൂസ് ചെയ്യണ ഒരു സാധനമാണിത്. എങ്ങനെ ചെയ്യണം നോക്കിയോട്ടാ. അപ്പോൾ 4 ഇലകൾ നമ്മൾ എടുത്തു. ഓപ്പോസിറ്റ് വെക്കണം. ഓപ്പോസിറ്റ് വെച്ചു. എന്നിട്ട് ഈ മോന ഉള്ള അറ്റം കൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതുണ്ടോ ആദ്യത്തെ പോർഷൻ? ഇനി അടുത്തത് എടുക്കണം. അടുത്ത രണ്ടെണ്ണം എടുക്കണം. അതും ഇതുപോലെ വെച്ച് ഓപ്പോസിറ്റ് വെച്ചു. ഓപ്പോസിറ്റിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? ഇതേപോലെ സ്റ്റിച്ച് ആയിട്ട് വരും. ഫ്രണ്ട് സൈഡ് കാണിച്ചേ. ഈ ഇലയുടെ പൊക്കത്ത് നമ്മൾ ഇതെടുത്ത് വെക്കും അല്ലേ? ഇങ്ങനെ വെക്കും. അതിനുശേഷം ഒരേ ലെവലായിരിക്കണം. അതെ, നാലും ഒരേ ലെവലായിരിക്കണം അല്ലേ? അതെ. ഓക്കെ. എന്നിട്ട് അടുത്ത ഈർക്കലെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ പതുക്കെ ഇങ്ങനെ ഊത്തുക. അതായത് ഈ ഇലയും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. കണ്ട ഇത് ഇനി അടുത്ത ഈ 2 ഇലയും കൂടി സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 ഇലയും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇത് രണ്ടുമായി ജോയിൻ്റ് ആയി.
ഇനി അടുത്ത ഇതും കൂടി സ്റ്റിച്ച് ചെയ്യണം. ഈ രണ്ടിലയും കൂടി സ്റ്റിച്ച് ചെയ്യണം. അതെ, ഉണ്ടോ? ഇത് രണ്ടും സ്റ്റിച്ചായി. ഇനി അടുത്തത് ഇത് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്യണം നമുക്ക്. ഇത് രണ്ടും സ്റ്റിച്ചായി. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ വരും. ഇപ്പം 4 ഇലകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഇതേപോലെ ഇരിക്കും കേട്ടോ. 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ 2 ഇലകളും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോണേണ്. ആദ്യം ഈ ഇല ഉള്ളിലോട്ട് മടക്കണം, അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്കും മടക്കണം. ഇത് ഗ്യാപ്പ് വരാൻ പാടില്ല അല്ലേ? ഇതിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിലെ മാവ് ഒഴുകി പോകും അല്ലേ? അപ്പോൾ ഇതിലേക്കൂടി ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, മാവ് ഇതിലേ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമുക്ക് മടക്കാൻ. ഇനി എന്നിട്ട് ഈ ആ 2 ഇലയും കൂടെ ജോയിൻ ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ? നെക്സ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 ഇലകൾ അതുപോലെ മടക്കെടുക്കണം. അതിനുശേഷം കണ്ടോ? അതിനുശേഷം അവിടെ ഇതുപോലെ 2 ഇലകളുമായിട്ട് ജോയിൻ ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ? ഇപ്പോൾ ഈ വള്ളത്തിൻ്റെ രീതിയായി. ഇതൊരു വള്ളം പോലെ ആയി. ഇപ്പോൾ കണ്ടോ? 2 സൈഡും സ്റ്റിച്ചായി അല്ലേ? 2 സൈഡും സ്റ്റിച്ചായി. ഇതിൻ്റെ ബാക്ക് അടിവശം കണ്ടില്ലേ, നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ജോയിൻ്റ് ആയിട്ട് വരണം. കണ്ടോ? അതുപോലെ ഇതും കൂടി നമ്മൾ ഒരു കൊള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതിയനെ വന്നു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നിട്ട് പതുക്കെ ഇത് രണ്ടും ജോയിൻ ചെയ്യണം. ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ ഹിട്ടു റെഡി ആയിട്ടുണ്ട് അല്ലേ? വേണ്ടോ? ഇതുപോലെയാണ് നമ്മൾ ഹിട്ടൂടെ ഹൊട്ടോ ഉണ്ടാക്കുന്നത്. എടാ, നിനക്ക് മനസ്സിലായോ എങ്ങനെ ചെയ്യണമെന്ന്? എന്നാ ചെയ്തു നോക്ക്. ചിലതൊക്കെ മനസ്സിലായല്ലേ? നിനക്ക് മനസ്സിലായടാ? നീ ചെയ്യണല്ലേ? ചെയ്യടാ, എന്നാ ചെയ്തു നോക്ക്, പഠിക്കാലാ. ഇത് ഇതേപോലെ അതും ചെയ്യും, ഇതേപോലെ അതും ചെയ്യും. യെസ്, അതേപോലെ. പുറത്ത വശം അതേപോലെ. കൊട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് മാവ് നടക്കണമെന്നല്ലേ? അപ്പോൾ കാണിച്ചു തരാം. ഈ 4 കാലിൽ നിന്നും 3 തണ്ട് അല്ലേ? അതായത് തണ്ട്, അതിൽ നിന്ന് 3 എണ്ണം നമുക്ക് മുറിച്ചെടുക്കണം. എന്നിട്ട് ഒരെണ്ണം അവിടെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പിന് ഇവിടെ പതുക്കെ മുറിച്ചെടുക്കണം. പതുക്കെ അത് മുറിച്ചു. 2 സൈഡ് അപ്പോൾ മുറിച്ചു അല്ലേ? മുറിച്ചു. ഒരു സൈഡ് കൂടി. അപ്പോൾ ഇനി അടുത്ത സൈഡ് ഉണ്ടോ? അപ്പോൾ 4 തണ്ടിൽ നിന്ന് 3 തണ്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് മുറിച്ചിട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മളിത് ബാക്കി വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, എന്തിനാണ്? ഇതിനകത്ത് കൊട്ടയ്ക്കകത്ത് മാവ് നിറയ്ക്കും. അതെ, കൊട്ടക്കകത്ത് മാവ് നിറച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിറച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാൻ, അത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചേക്കുന്നത്. അതേപോലെ നമുക്ക് എടുക്കാനും ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അഞ്ചു ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം സെറ്റ് ചെയ്ത് അവൻ പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടാ. അവൻ പഠിച്ചിട്ടാ. ആള് കൊള്ളാലോ നീ. സ്വല്പം മുകളിൽ വെച്ച് കുത്തിക്കാം. കുറച്ച് അങ്ങനെയല്ല, ഓപ്പോസിറ്റ് ഇങ്ങനെയല്ല, ഇത് ചരിച്ചു വെക്കണം. ഇതെങ്ങനെയാടാ? ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൊട്ടോ റെഡി ആയിട്ടുണ്ടാ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാവ് ഒഴിക്കണം. അപ്പോൾ 6 കൊട്ടയുടെ
ഹിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഇന്നലെ തന്നെ അരച്ച് വെച്ചത് ഒരു ദിവസം മുമ്പേ തന്നെ നമ്മൾ അരച്ച് വെക്കണം അല്ലേ, പുളിക്കണം അല്ലേ. ഒരു ദിവസം മുമ്പ് തന്നെ നമ്മളിത് അരച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ജീരകവും ഇഞ്ചിയും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇത് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. കൊട്ടയിൽ എങ്ങനെയാണ് മാവ് നിറക്കണത് നമുക്ക് നോക്കാം. നമ്മൾ ഏകദേശം 7 തവിയുടെ അടുത്ത് മാവ് ഇട്ടിട്ടുണ്ട് അല്ലേ. 7 തവിയെടുത്ത് ഫുള്ള് നിറഞ്ഞു പോകാൻ പാടില്ല. ഒരു കുറച്ച് പോർഷൻ നമ്മൾ വിട്ടേക്കണം. നമ്മളിപ്പോൾ ഇതിനകത്ത് 7 തവി ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതെടുത്തിട്ട് പാത്രത്തിലോട്ട് വെക്കണം. അപ്പോൾ ഫുള്ള് നിറച്ചതിന് ശേഷമാണ് അല്ലേ, നമ്മളെല്ലാം നിറച്ചതിന് ശേഷമാണ് അതിനകത്തോട്ട് വെക്കണം സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പാത്രം കൂടി നിറയ്ക്കാം ചേട്ടാ. ഒരേപോലെ മാവ് നിറച്ച് അധികം ഓവർഫ്ലോ ആകാണ്ട് അതേപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ജോയിൻറ്റിലൂടെ ഒന്നും നമുക്ക് മാവ് പോകുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പോകുന്നില്ല. അതേപോലെ നിങ്ങൾ നിറയ്ക്കണം. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്യണം അല്ലേ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനകത്ത് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെക്കാം. നോക്കണം, അതായത് മാവ് താഴോട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. ഇപ്പം 4 എണ്ണം നമ്മൾ വെച്ചു. ഇനി ഒരെണ്ണം കൂടി വെക്കാം. ഒരു ചെറുത് ഒരെണ്ണം വെക്കാൻ തോന്നുന്നു ഇതിനകത്ത്. അപ്പോൾ ഒരു സെറ്റിൽ നമ്മൾ 4 എണ്ണമാണ് വെച്ചേക്കണത് അല്ലേ. 5 എണ്ണം അല്ലേ, 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറത്തേക്ക് അല്ലേ, ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്കിത് മൂടാം. ഹിട്ടു കഴിക്കാനുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വെന്തോന്ന്. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. പ്ലാവില കൊണ്ടുണ്ടാക്കിയ ഹിട്ടു. അതെ, പ്ലാവില എന്ന് വെച്ചാൽ നമ്മൾ കൊട്ട ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മാവിട്ട് അല്ലേ, മാവിട്ട് നല്ലോണം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വിണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മാവല്ലേ, മാവ് നല്ലോണം വിണ്ടിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും അത് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഹിട്ടുയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കഴിക്കുക, അതായത് കൂട്ടുകറി ആയിട്ട് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. തേങ്ങ അരച്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അതേപോലെ ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ്? ചേന കൊണ്ടുള്ള അച്ചാറാണ് ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടില്ല, നമ്മളിന്ന് ചട്നി മാത്രം ഉണ്ടാക്കുള്ളൂ. ശരിക്കും നമ്മുടെ ഉത്സവങ്ങളിൽ, അതായത് നമ്മുടെ ന്യൂ ഇയർ എന്നൊക്കെ പറയാം, അതിനൊക്കെ നമ്മൾ അച്ചാറും ഉണ്ടാക്കും. പിന്നെ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഉണ്ടാക്കും അല്ലേ. കുറച്ചധികം കറികളൊക്കെ ഉണ്ടാവും, ഒരു 4-5 കറികളൊക്കെ ഉണ്ടാവും ആ സമയത്ത്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കണത്, നമ്മൾ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയേക്കണ ആകെ ചമ്മന്തി മാത്രമാണ്. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യുന്ന ബ്ലോഗാണ്ടത്. രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. രാവിലെ ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നേച്ചാണ്. പക്ഷേ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണത്. ഇനി നമുക്ക് ഈ പ്ലാവിലയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മാറ്റണം. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഈർക്കിലി, നമ്മൾ കുത്തി വെച്ച ഈർക്കിലി എടുത്ത് മാറ്റണം. നല്ല ചൂടാണ്. അതിനുശേഷം ഇതങ്ങോട്ട് ഊരി മാറ്റുക. അപ്പോൾ നമ്മുടെ ഹിട്ടു റെഡിയായി. അതുപോലെ നമ്മുടെ പ്ലാവിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തിയും കൂടി ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ് ഹിട്ടു. ജീരകവും ഇഞ്ചി ഇട്ടുകൊണ്ട് അതിനകത്ത് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല സ്വാദ്, കിടിലൻ ടേസ്റ്റാണ്. അച്ചാറുണ്ടോ? മാങ്ങാച്ചാറുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങാച്ചാറും കൂടി കൂട്ടാം. ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ ചേനയുടെ അച്ചാറാണ്. എന്നാലും അടിപൊളി. ഹിട്ടു കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇപ്പോൾ ഇലയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഞാനും അച്ഛനും ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണാം.
ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് തന്നെ നമ്മുടെ ഹിറ്റു കഴിച്ച് കഴിഞ്ഞിട്ടാ. പക്ഷേ 2 എണ്ണം ഇവിടെ നിന്ന് മുങ്ങിയതാണ്. നമ്മൾ ഹിറ്റു മറ്റേ ഉണ്ടാക്കണ സീൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മുങ്ങിയതാണ് 2 എണ്ണം, ധനുഷും ധനഞ്ജയനും. ഇപ്പം വന്ന് ഇരിക്കാൻ മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? കഴിക്കണോ? ആ ഭയങ്കര നോട്ടിയാണ്ട്. ഏയ് ആ ബ്ലോഗാൻ കാലത്താണ് സെട്ടേ ചോദിച്ചാൽ ഏയ് ഇത് കണ്ട പിച്ചളവൻ. അപ്പോൾ ധനുഷും ധനഞ്ജയും ഇപ്പോഴാണ് അവർക്ക് കഴിക്കാൻ സമയമായത്. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് വരുന്നുണ്ട്. അപ്പോൾ അമ്മ വിളിച്ചു. അപ്പോൾ കളിച്ചില്ലേ? കളിക്കാൻ പോയില്ലേ ഇന്ന്? ബാസ്കറ്റ് ബോൾ കളിച്ചാ? ഓ അങ്ങനെ, ഞാൻ വെച്ച് ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളിച്ചത്. ആണോ? അത് ശരി. ആ എങ്ങനെയുണ്ട് ഹിറ്റു? എങ്ങനെയുണ്ട് ഹിറ്റു? ഹിറ്റു എങ്ങനെയുണ്ട്? സൂപ്പറാണാ? നീ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ ഹിറ്റു? നീ ഇതിന് സുരേഷ് മാമയുടെ വീട്ടിൽ കഴിച്ചിട്ടില്ലേ? ഇവൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവന് ഓർമ്മയില്ല എന്നാ തോന്നണത്. ഇവൻ കഴിച്ചെന്ന് പറഞ്ഞ്. നീ കഴിക്കും, ഇത് കഴിക്കും, ഞാനും കഴിക്കാം. തള്ളല്ല. ഇതെന്താണിത്? തമ്പേളി. തമ്പേളി, നർലാ തമ്പേളി. നല്ല ചൂടാണിത്, അതുകൊണ്ട് പതുക്കെ കഴിക്കണേന്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അയ്യോ സ്വന്തം കട്ടൻ കാപ്പി ആയിരുന്നടാ അത്. കട്ടൻ കാപ്പി, ചൂട് കട്ടൻ കാപ്പി കൊണ്ടേ കൈയിട്ടവൻ. വെള്ളമാണത്? ആ വെള്ളം കുടി. ആ ഒരു പാട്ട് പാടിക്കേ. നേരത്തെ ഒരാൾ പാട്ട് പാടിയതാരാണ്? പാട്ട് പാടിക്കേ. പാടറാ, ഏതെങ്കിലും ഒരു പാട്ട് പാട്. നീ രാജാവല്ലേ നമ്മുടെ. നിക്ക് എടാ, നിക്കടാ. ഒരു രസമല്ലേ? നിക്കടാ എടാ. റാബർ ഒരു രസമല്ലേ? ഇരിക്കുന്നു, താഴെ ഇരിക്കടാ. അങ്ങ് ബസ്. അപ്പോ നമ്മുടെ കാരണകോടത്തിന്റെ രാജാവിന് പട്ടമണിയിക്കുകയാണ്. നിക്ക് ഒരു സാധനം കൂടി ഉണ്ട്. ഇനി ഇത് കാണിച്ചു തരാം. നിക്ക്. മലേ വരച്ചു തരാം. ഹാത്ത് വീശിക്കാൻ. കൈ ഇങ്ങനെ ഇട്. അയ്യോ തൊപ്പി പോയി. രാജാവിന്റെ തൊപ്പി താഴെ വീടു. എണീറ്റിന്നെ. രണ്ട് രാജാക്കന്മാരാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അതിഥികളായിട്ട് വന്നിരിക്കുന്നത്. ധനുഷ് രാജാവും ധഞ്ജു രാജാവും. അത് നീ കാണിക്കും. അപ്പോ 2 രാജാക്കന്മാരാണ് ഇത് ഞങ്ങളുടെ വീട്ടില് അതിഥികളായിട്ട് വന്നത്, ഹിട്ടു കഴിക്കാനായിട്ട് അല്ലേ? കൊട്ട വെച്ച് ഹിട്ടു ഉണ്ടാക്കി നമ്മൾ. എന്താണ് ഹൊട്ട വെച്ച് ഹൊട്ട വെച്ച് ഹിട്ടു ഉണ്ടാക്കി ഹിട്ടു കഴിക്കാൻ വന്ന 2 കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്, കുട്ടി രാജാക്കന്മാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹിട്ടു നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടണിൽ നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്നും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.